പോയേക്കാം. കൂട്ടുമ്പേന്ന് പോവാണ്. കൂട്ടുമ്മയിൽ എന്റെ മിന്നിച്ച് കാണിച്ചിട്ട് അവര് വീട് കൂട്ടി വന്നതിന്റെ സമയം ഇപ്പൊ 5 മണിക്ക് പോവാന്ന് പറഞ്ഞതാ. അതെ, 4:30 എഴുന്നേറ്റ് കാപ്പി തിളപ്പിച്ച് 5 മണിയായി. പിള്ളേരെ എഴുന്നേറ്റില്ല. പിന്നെ രണ്ടാമത് എഴുന്നേറ്റിട്ട് പിന്നെ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയി. ഇതാണ് ഇത്തിപ്പുഴ പാലം. ഇത്തിപ്പുഴ പാലം വർഷങ്ങൾ പഴക്കമുള്ള പാലം, ആർച്ച് പാലം. ഇത് നമ്മുടെ വേമ്പനാട്ട് കായലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുഴയാണ് ഇത്തിപ്പുഴ. ഇവിടെ വന്നല്ലേ ചേട്ടാ ദേവി ആറാടുന്ന കുട്ടുമ്പലെന്ന് ഇവിടുത്തെ കടവ് ആറാടുന്ന കടവ് കൂടിയാണ് ഇത്തിപ്പുഴ പാലത്തിന്റെ അടിവശത്ത്. ഇതൊക്കെ നമ്മുടെ എത്തിപ്പുഴ ഇതാ ഭാഗം തന്നെയല്ലേ? ശംഖു, ഇത് മറ്റേ ഹീറ്റ് ചെയ്യുന്ന കിട്ടണവനെന്ന് ഫുള്ള് തിരിച്ചിട്ടല്ലോ. ഇതിന്റെ പരിപാടിയൊന്നും അറിഞ്ഞൂടാ. രാവിലെ ഇവിടെ നേരത്തെ ആയിരുന്നെങ്കിൽ തിരക്ക് കുറഞ്ഞു പോകാറുണ്ട്. ഇപ്പൊ നമ്മള് പറഞ്ഞത് ഇതായി പോയി, താമസിറങ്ങിയോണ്ട് വണ്ടികളൊക്കെ ആയി. ഇതാണ് നാനാടം. ഇതിനകത്തൊരു മാർക്കറ്റ് ഒക്കെ ഉണ്ട്, പണ്ട് കാലം മുതലുള്ള മാർക്കറ്റാണ്. പിതൃകുന്നം എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇവിടെ ഈ ബലിയൊക്കെ ഇടുന്ന മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമാണ്. ഈ കർക്കിടക വാവിന് ബലിയൊക്കെ ഇടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇതാണ് അമ്പലം. അത് മാത്രല്ല എല്ലാ വാവിന്റെ എല്ലാ വാവും കർത്തവാവും കർത്തവാവിന്റെ ഒന്നും നമുക്ക് ഇവിടെ ഒന്ന് ബലിയിടാം. ഇതാണ് ഉദയനാപുരം. ഉദയനാപുരം മുരുക ക്ഷേത്രമുണ്ട് ഇവിടെ. നേരെ കാണുന്നതാണ് അതിന്റെ കാണിക്ക വഞ്ചി. ഇത് ബാക്ക് സൈഡാണ്, ഫ്രണ്ട് ഓഫ് ചെയ്തു. ഫുൾ ഓഫ് ചെയ്തില്ലേ? ഹീറ്റ് ഓഫ് ചെയ്യും. ഓഫ് ചെയ്ത് മോനെ. ചൂടെടുക്കണം. ഇതാണ് AC ഇട്ടേക്കണാണോ റെഡിയാവുന്നത്? ഇതാണ് ഉദയനാപുരം. ഉദയനാപുരത്തിൽ നിന്ന് നേരെ ഞങ്ങൾ വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. നേരെ പോവാം. ചെറുപുഷ്പം വരുന്നുണ്ട്. അത് 6:15 അവിടെ വൈക്കത്തുനിന്ന് പോലെ 6:22 പാലത്തിന്
അപ്പുറം വൈക്കം, ഇപ്പുറത്ത് ഉദയനാപുരം, അവിടെ മറ്റേ വടക്കേമുറി വില്ലേജാ. ഇപ്പുറത്ത് ഇത് മുനിസിപ്പാലിറ്റി. മുനിസിപ്പാലിറ്റി വൈക്കം മുനിസിപ്പാലിറ്റിയിലേക്ക് കയറി. ഇതാണ് വൈക്കം. അങ്ങോട്ട് പോകുന്നു. ഇനി അങ്ങോട്ട് വൈക്കത്തേക്കാണ് പോകുന്നത്. ഇതേ കാണുമ്പോൾ തന്നെ പാട്ട് ഓഫ് ചെയ്യട്ടെ. വൈക്കത്തിന് കുറേ ചരിത്രപരമായ കുറേ പ്രത്യേകതകളൊക്കെ ഉള്ള സ്ഥലമാണ് വൈക്കം. നാഗമ്പുഴിവന ആണ്, നാഗമ്പുഴിവന. ഇവിടെ സർപ്പങ്ങൾ മാത്രമേ അവിടെ സർപ്പത്തിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ഈ ആയില്യത്തിനാണ് അവിടെ പ്രധാനം. പ്രധാനം. അതാണ് വൈക്കത്തിൻ്റെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കവാടം. വൈക്കത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈക്കത്ത് അഷ്ടമിയാണ് വൈക്കത്ത് ഏറ്റവും പ്രശസ്തമായ ഒരു ആഘോഷം നടക്കുന്നത്. വൈക്കത്ത് അഷ്ടമി. ഇത്തിരി പെട്രോൾ ഉറക്കെ അടിച്ചിട്ട് പോകാനുണ്ട്. എടുത്തിട്ടെ.